എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. +2 റിസൾട്ട് 2024 റിസൾട്ട് നാളെ പ്രസിദ്ധീകരിക്കുന്ന സമയം, റിസൾട്ട് എങ്ങനെ പരിശോധിക്കാം എന്നിങ്ങനെ വിദ്യാർത്ഥികളുടെ മുഴുവൻ സംശയങ്ങൾക്കുമുള്ള മറുപടിയാണ് ഈ വീഡിയോയിൽ കൂടെ വിദ്യാർത്ഥികളുമായി ഷെയർ ചെയ്യാനുള്ളത്. ആദ്യമായിട്ട് കാണുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായും മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് നോട്ടിഫിക്കേഷൻ ബെല്ലുകളെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ മാക്സിമം ലൈക്കും കൂടി ചെയ്യുക. സുഹൃത്തുക്കളിലേക്ക് ഒന്ന് ഷെയർ ചെയ്തും കൂടി എത്തിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് വിദ്യാർത്ഥികൾ ഈ കാര്യം കൂടെ പ്രത്യേകം ശ്രദ്ധിക്കണം. 100 പേർ വീഡിയോ കണ്ടാൽ 10 വിദ്യാർത്ഥികൾ പോലും ചാനലൊന്ന് സബ്സ്ക്രൈബ് പോലും ചെയ്യുന്നില്ല. പ്രിയ വിദ്യാർത്ഥികളെ അങ്ങനെ ആവരുത്. തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം നോട്ടിഫിക്കേഷൻ ബെല്ലുകളെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ മാക്സിമം ലൈക്ക് ചെയ്യുക. സുഹൃത്തുക്കളിലേക്ക് ഒന്ന് ഷെയർ ചെയ്തെത്തിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. നാളെ 9-ാം തീയതി +2 പബ്ലിക് എക്സാമിൻ്റെ റിസൾട്ട് നാളെ പുറത്തു വരും. അപ്പോൾ നാളെ വൈകിട്ട് 3 മണിക്ക് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടിയാണ് റിസൾട്ട് പ്രസിദ്ധീകരിക്കുക. 3 മണിക്ക് പത്രസമ്മേളനത്തിലൂടെ റിസൾട്ട് പ്രസിദ്ധീകരിക്കും. ശേഷം 4 മണിയോടെ ഔദ്യോഗിക വെബ്സൈറ്റുകളിൽ ഫലം ലഭ്യമാകും. റിസൾട്ട് എങ്ങനെ പരിശോധിക്കാമെന്ന് നമുക്ക് നോക്കാം. kerala-results.nic.in kerala-results.nic.in എന്ന വെബ്സൈറ്റിൽ പ്രവേശിക്കുക. ശേഷം DHSC സെക്കൻഡ് ഇയർ റിസൾട്ട് 2024 എന്നൊരു പുതിയ ലിങ്ക് അവിടെ കാണും. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങളുടെ രജിസ്റ്റർ നമ്പറും ഡേറ്റ് ഓഫ് ബർത്ത് നൽകി സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഇൻഡിവിജ്വൽ റിസൾട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, പരിശോധിക്കാൻ സാധിക്കും. നിങ്ങൾക്ക് സ്കൂൾ കോഡ് അറിയാമെങ്കിൽ സ്കൂൾ വൈസ് റിസൾട്ടും നിങ്ങൾക്ക് പരിശോധിക്കാൻ സാധിക്കും. ഇൻഡിവിജ്വൽ റിസൾട്ട് പരിശോധിക്കുന്നതിനായി എന്ത് ചെയ്യുക, നിങ്ങളുടെ രജിസ്റ്റർ നമ്പറും ഡേറ്റ് ഓഫ് ബർത്തും നൽകി നിങ്ങൾക്ക് ഇൻഡിവിജ്വൽ റിസൾട്ട് പരിശോധിക്കാവുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോ കാണാം. അതുവരേക്കും ബൈ.